ഗൈസ് ഇതുണ്ടോ പഴുത്തിട്ടുണ്ട്. അപ്പോൾ മുറിച്ച് നോക്കിയിട്ട് പറയാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിരിത്തുക. ഇന്ന് നമ്മളൊരു കായ, അതായത് മുള്ളം ചക്ക എന്ന് പറയും, ആ ചക്ക പൊട്ടിച്ച് നമ്മളത് കഴിക്കുന്ന ഒരു എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു വീടിന്റെ വർക്ക് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഇന്ന് പെയിന്റിംഗ് പണിക്ക് വിളിച്ചു. ഞാൻ പോയി. അങ്ങനെ വർക്ക് ഞങ്ങളെല്ലാവരും ഉഷാറായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരൻ പറഞ്ഞു, ഡാ ഉച്ചയൂണിന്റെ സമയമായി, നിർത്തിക്കോ. അവൻ വർക്ക് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താതെ ഞാൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരാളാണെന്ന് കാണിച്ചു. നിന്നോടുള്ള വർക്ക് നിർത്താൻ അവൻ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു, ഞാൻ നിർത്തി. ആ വീടിന്റെ തൊട്ടടുത്തൊരു മരം നിൽക്കുന്നു. ആ മരം എന്ത് മരമാണെന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കി. നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് മുള്ളുള്ളൊരു പഴമാണ്. അത് എന്ത് പഴമാണെന്ന് ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു. പഴുത്തിട്ടുണ്ട്. അപ്പോൾ മുറിച്ച് നോക്കിയിട്ട് പറയാം. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പറയാം. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ സീത ചക്കയൊക്കെ ഇല്ലേ, ആ സീത ചക്ക അതേപോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഉരുണാമ്പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, വലിയ ടേസ്റ്റ്. കണ്ടോ അതിൻ്റെ കുരുക്കൾ കണ്ടോ, ഇതിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ട്. ഗ്യാപ്പിൽ ഇങ്ങനെ കുരുക്കളുണ്ട്. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇതൊക്കെ കുറച്ച് ആളുകളിലൊക്കെ വീട്ടിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചക്ക നന്നായി കഴിച്ചോളൂ. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതിന് കുരു കണ്ടോ, അതിൽ വിത്തായി ഉപയോഗിക്കാം. ഈ കുരുവിലും നിറയെ മരുന്നുകളുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ സംഭവം, അതായത് ക്യാൻസറിനൊക്കെ നല്ലൊരു ഒറ്റമൂലിയാണെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് കഴിക്കുന്നത് ക്യാൻസർ, അങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾക്കൊരു മരുന്നായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചക്ക നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത്, ഇത് കഴിക്കാൻ നോക്കുക. ഇത് ഇപ്പോൾ സജീവമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ വളർത്തുക, ഇത് കഴിക്കുക. അപ്പോൾ ക്യാൻസറിനൊക്കെ ഒറ്റമൂലിയാണ്. കണ്ടില്ലേ, സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു മൂത്ത ചക്കയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് പഴുപ്പായിട്ടില്ല. അപ്പോൾ മൂത്ത ചക്ക ഏകദേശം എത്ര വലുപ്പമാണ് വരും, ഇതിനൊക്കെ വലുതും വരാറുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ കാലാവസ്ഥയിലൊക്കെ അത്യാവശ്യം ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുണ്ടോ, മുള്ള് പോലെയാണ്, അതാണ് മുള്ളൻ ചക്ക എന്ന് പറയുന്നത്. പക്ഷെ അത് അത്ര ബലമുള്ള മുള്ളൊന്നുമല്ല. ഉണ്ടോ, പെട്ടെന്ന് കൂട്ടാതെ. പക്ഷേ അതിന് പേര് മുള്ളൻ ചക്ക എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു മൂപ്പെത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഏകദേശം ഇളം മൂപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിട്ട് തന്നെ പഴുപ്പിക്കാൻ വയ്ക്കാവുന്നതാണ്. അങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ ഒരു ഇളം മധുരമൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ. സീതച്ചക്ക, ഉരുണാമ്പഴത്തിൻ്റെ ചക്കയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.